വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, എൻ്റെ മക്കളെ എല്ലാവരും നിങ്ങളെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഷേപ്സ് ആൻഡ് ആംഗിൾസ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതിൽ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്ന് വിചാരിച്ച് നമുക്കിനി അറിയാം ഷേപ്സുകളെ കുറിച്ചും അതുപോലെ ആംഗിൾസിനെ കുറിച്ചുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ഷേപ്പ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഓരോ കാര്യത്തിലും ഷേപ്പുകൾ ഓരോ ഫിഗേഴ്സിനും മാറി വരുന്നത് അതിലുള്ള ആംഗിൾസുകൾ മാറുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പം ആംഗിൾസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ആംഗിൾസ് ഉണ്ട്, അതിൽ ഓരോ ആംഗിൾസിനും പേരുകളുണ്ട് ഇല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നമുക്ക് ഓരോരോ സൈഡ്സ് കൂടി വരുന്നതിനനുസരിച്ച് ആംഗിൾസും കൂടുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 3 സൈഡ് വരുന്ന ഫിഗറിനെ നമ്മൾ ട്രയാങ്കിൾ എന്ന് വിളിച്ചു, അതിന് 3 ആംഗിൾസ് ഉണ്ടായിരുന്നു. അതുപോലെ ഓരോന്നില്ലേ ക്വാഡ്രിലാറ്ററൽ, പെൻറ്റഗൺ, അങ്ങനെ ഓരോന്നും 10 സൈഡ് വരെ ഉള്ളത് എൻ്റെ മക്കൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോ ഫിഗേഴ്സൊക്കെ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ഇങ്ങനെയുള്ള ആംഗിൾസിനും എന്തെങ്കിലും ഒരു പേരുണ്ടായിരിക്കില്ലേ. നമ്മളിങ്ങനെ ചുറ്റുവട്ടത്ത് കാണുന്ന ഓരോ കാര്യത്തിലും എന്തുണ്ടടാ, ആംഗിൾസുകൾ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എവിടെ നോക്കിയാലും ഒരു ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പം നോക്കണേ, നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് ഡോറ് കാണാം അല്ലേ. അപ്പം ആ ഡോറിനൊരു ആംഗിൾ ഉണ്ടാവില്ലേ. അതുപോലെ വിൻഡോ അല്ലേ, അതിനും ഒരു ആംഗിൾ ഉണ്ടായിരിക്കും ഇല്ലേടാ. അപ്പം അങ്ങനെയുള്ള ആംഗിൾസുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ മക്കൾ നോക്കിക്കേ. ഇവിടെ ഞാൻ ഡോറ് നോക്കുവാണെങ്കിൽ ഡോറിന് കണ്ടോ എൻ്റെ മക്കൾ, ഇതാ ഇങ്ങനെ ഞാൻ താഴെ മാത്രമാണ് എടുക്കുന്നെങ്കിൽ ഒരു എൽ ഷേപ്പിൽ അവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇല്ലേടാ. അത് ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്, കാണുന്നുണ്ടോ? ഞാൻ വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യാം. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ നോക്കട്ടെ, ഡോറിന് ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇതാ ഇവിടെ ഞാൻ കൊടുത്തു, ഇതും ഒരു എൽ ഷേപ്പിലാണ് പോകുന്നത് അല്ലേ. അതുപോലെ ഇതാ ഇതോ എൽ ഷേപ്പ്, ഇവിടെയും എൽ ഷേപ്പ്, ഇതും എൽ ഷേപ്പാണ്. അതുപോലെ തന്നെയാണ് വിൻഡോയുടെ കേസിലും. എൻ്റെ മക്കൾ നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഇവിടെ ഞാൻ എടുത്തു, അതും എൽ ഷേപ്പിലാണ്. അതെ, വീണ്ടും ഈ കുഞ്ഞി ഓരോന്നും എൽ ഷേപ്പിലാണുള്ളത്, കാണുന്നില്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും എൽ ഷേപ്പിലാണുള്ളത്. നിങ്ങളെ കയ്യിലുള്ള നിങ്ങൾ പഠിക്കുന്ന ബുക്സ് ഇല്ലേടാ, ആ ബുക്സ് നോക്കിക്കേ, അതിന് ആംഗിൾ ഉണ്ടാവില്ലേ. യെസ്, ബുക്ക് നേരെ പിടിക്കുന്ന സമയത്ത് ഇവിടെയോ അതും ഒരു എൽ ഷേപ്പിലാണ് കാണുന്നത്. അപ്പോൾ ഈ എൽ ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ആംഗിളിന് നെയിം ഉണ്ടോ, അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പേരുണ്ടോ നിങ്ങൾക്കറിയോ? യെസ്, നമുക്ക് എൽ ഷേപ്പിലുള്ള ആംഗിള് സാധാരണ രീതിയിൽ എത്ര ഡിഗ്രി ആണെന്നാണ് പറയുക. അപ്പോൾ ഈ ഡിഗ്രി എന്താണെന്ന് അറിയില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾസുകൾ കോണുകൾ മെഷർ ചെയ്യുന്ന ആ ഒരു യൂണിറ്റ് ആണ് നിങ്ങൾ ഡിഗ്രി എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ എന്തുകൊണ്ടാടാ ഇത് യൂസ് ചെയ്യുക, ആംഗിൾസ് മെഷർ ചെയ്യാൻ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലുള്ള പ്രൊട്രാക്ടർ ആണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കും, എന്നിട്ടാണ് നമ്മൾ ആംഗിൾസുകൾ മെഷർ ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രൊട്രാക്ടർ എന്താണ് എന്നൊക്കെ എൻ്റെ മക്കൾക്ക് പഠിക്കണം. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ നമുക്കൊരു പ്രൊട്രാക്ടർ കാണാം, അതാണ് നിങ്ങൾക്ക് ആംഗിൾസുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ആംഗിൾസുകൾ മെഷർ ചെയ്ത് വരുമ്പോൾ ഇവിടെ നേരെ നോക്കുമ്പോൾ 90 ഡിഗ്രി അല്ലേ. എൽ ഷേപ്പിൽ 90 എന്ന് പറഞ്ഞ ആംഗിളിലാണ് അത് നിൽക്കുന്നത്. അപ്പോൾ 90 ഡിഗ്രിയിലാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ കേട്ടോ എൽ ഷേപ്പിൽ വരുന്ന ആംഗിൾസിന് നമ്മൾ 90 ഡിഗ്രി ആയിരിക്കും, അതിനൊരു പേരുണ്ട്, അതാണ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്താണെന്ന് ചോദിച്ചാൽ ഇനി അറിയില്ല എന്ന് പറയരുത്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എൽ ഷേപ്പിലുള്ള അല്ലേ. ആ എൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൈനിനെ മറ്റൊരു ലൈൻ എന്തായിരിക്കണം, പെർപെൻഡിക്കുലർ ആയിട്ടില്ലേ, കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യണം, കൂട്ടിമുട്ടണം. അങ്ങനെ കുത്തനെ കൂട്ടിമുട്ടുന്നത് മാത്രമേ എന്താവൂ, എൽ ഷേപ്പിലാവൂ. അതിന് മാത്രമേ റൈറ്റ് ആംഗിൾ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ. അപ്പോൾ റൈറ്റ് ആംഗിൾ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ആംഗിളും ഇല്ലേ ഇവിടെ ഒന്നും ഇല്ലേ. എങ്ങനെ കുത്തനെ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചരിഞ്ഞ് വന്നാലോ, കുത്തനെ നിൽക്കുക അല്ലാതെ കുത്തനെ നിൽക്കുന്നതിനേക്കാൾ കുറവാണ്. കുഞ്ഞ് ആംഗിൾ ആണെങ്കിലോ അങ്ങനെ എന്തൊക്കെ ആംഗിൾ ഉണ്ടാവാം. നിങ്ങൾ കഴിക്കുന്ന സമൂസ അല്ലേ, സമൂസ കണ്ടിട്ടില്ലേ, ആ സമൂസയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടാവില്ലേ. ഇതാ ഈ ഒരു ആംഗിൾ നോക്കിക്കേണ്ട മക്കള്, അത് നമുക്ക് 90 ഡിഗ്രി ആണോ, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണോ, കുത്തനെയാണോ? അല്ല, അതിനേക്കാൾ ചെറുതാണ് ഇല്ലേ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്, ശരിയല്ലേ. ഈ സൈഡ് എടുത്താലും ഒക്കെ ചെറിയ ആംഗിളാണ് വരുന്നത്. അപ്പോൾ 90 ഡിഗ്രിനേക്കാൾ കുഞ്ഞ് ആംഗിളും ഉണ്ടായിരിക്കും ഇല്ലേ. അതുപോലെ ഇവിടെ നോക്കിക്കേ, ഞാനൊരു ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചു. അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഇവിടെ മറ്റൊരു ആംഗിൾ കിട്ടി, കാണുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു വലിയ ആംഗിൾ കിട്ടി. അപ്പോൾ അതെന്താണ്, ഇവിടെ കുത്തനെ നിൽക്കുന്ന 90 ഡിഗ്രിനേക്കാൾ വലിയ ആംഗിളായിട്ട് മാറി അല്ലേ, ഒരു വലിയ ആംഗിളാണ്.
അപ്പം 90 ഡിഗ്രിനേക്കാൾ കുഞ്ഞ് ആംഗിളും ഉണ്ടായിരിക്കും, വലിയ ആംഗിളും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആംഗിൾസിനും എന്തുണ്ടായിരിക്കും എടാ? പേരുണ്ടായിരിക്കും. അത് നിങ്ങൾ ഇത് നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യമാണ്. ഇത് കുഞ്ഞ് ആംഗിൾ 90 ഡിഗ്രിനേക്കാൾ ചെറിയ ആംഗിളിനെ നമ്മൾ എന്താ പറയുക? കുഞ്ഞിനല്ലേ, അപ്പോൾ എന്ത് പറയും? അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയുക. അപ്പോൾ നോക്കണേ, 90 ഡിഗ്രിനേക്കാൾ ചെറുതാണെങ്കിൽ അത് അക്യൂട്ട് ആംഗിൾ ആണ് അല്ലേ? റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കണം. 90 ഡിഗ്രിനേക്കാൾ വലുതാണെങ്കിലോ അത് ഒബ്റ്റ്യൂസ് ആണ് അല്ലേ? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് എന്ത്? 90 ഡിഗ്രിനേക്കാൾ വലിയ ആംഗിൾ. അപ്പോൾ പേരുകൾ എൻ്റെ മക്കൾ മറന്നു പോകരുത്. ഏതൊക്കെയാ? അക്യൂട്ട് ആംഗിൾ, റൈറ്റ് ആംഗിൾ ആൻഡ് ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ നിങ്ങളുടെ ചുറ്റുവട്ടത്തും എന്തുണ്ടായിരിക്കും? ഇങ്ങനെ 3 തരത്തിലുള്ള ആംഗിൾസുകളുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? അതൊക്കെ വാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു ആംഗിൾസിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. പക്ഷേ ഈ ആംഗിളിലാണോ ഈ ഒരു വസ്തു വരുന്നത് എന്നൊക്കെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? നോക്കാം, ചോദിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും അക്കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളിലും 90 ഡിഗ്രിയിലെ റൈറ്റ് ആംഗിളിലും കാണുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണമേ എന്ന് തോന്നുന്ന ഒരു സെക്ഷൻ ഉണ്ടാവില്ലേ? മിസ് ഈ കാര്യം ഒന്ന് പറഞ്ഞു തരുമോ എന്നുള്ള രീതിയിലാണെങ്കിൽ ആ സെക്ഷൻ വേണമെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം അങ്ങനെ എൻ്റെ മക്കൾക്കുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരവായിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.